ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പച്ചക്കായും പിന്നെ ഉണക്കയിലയും ചേർന്നൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിനായി ഞാൻ 2 ഉണക്കയില എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറായി ഞാനിത് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്നൊക്കെ വാരി ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ഉണക്കയിലാണ് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ 2 നല്ല മൂക്കാത്ത പച്ചക്കായ് വേണം എടുക്കാൻ. അത് ഞാൻ മുറിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതിൻ്റെ പറയിലത്തെ തോലിയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും. പിന്നെ വേണ്ടുന്നതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി. അപ്പോൾ ഇത്രയാണ് അരപ്പിന് വേണ്ടുന്ന സാധനം. നമുക്ക് ഏറ്റവും ആദ്യം ആ കായ് ഒന്ന് വേവിച്ചെടുക്കാം. ഏറ്റവും ആദ്യം കായ് വേവിച്ചെടുക്കാം. കായ്ക്ക് ഒരുപാട് വേവുണ്ടല്ലോ, അതുകൊണ്ട് കായ് പകുതി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് ഉണക്കയില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കായ് വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കായ് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണക്കയില ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി നീളത്തിൽ മുറിച്ചതും 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പറങ്കിപ്പൊടി, അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയുടെ വെള്ളം, പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇപ്പം ഞാൻ ഉപ്പിടുന്നില്ല. ഉപ്പ് നമുക്ക് ഉണക്കെല്ലാം നന്നായി വന്നതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം എത്ര വെള്ളത്തിലിട്ടാലും അതിൻ്റെ ഉപ്പ് പിന്നെ പോയി കിട്ടൂല. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം മതി. നമ്മൾക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് കുറഞ്ഞ തീയിലേക്ക് മാറ്റി കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് വറുത്തിട്ട് കൊടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബ്രൗൺ നിറാക്കി എടുക്കാം. ഉള്ളിയൊക്കെ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കായും ഉണക്കയിലയും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു രുചിയുള്ള കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.